ക്രിസ്മസ് ആയിട്ട് നല്ലൊരു മധുരം വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാരറ്റ് പുഡിങ്ങാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 വലിയ ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ചീകി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. അതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരി അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതങ്ങ് വറുത്ത് മാറ്റി വെച്ചാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാനിൽ നെയ്യ് ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അത് മതി. അപ്പോൾ അത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ക്യാരറ്റിൻ്റെ പച്ചമുളക് മാറിക്കഴിയുമ്പോൾ ഒരു 2 വലിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇച്ചിരി കൂടി ലൂസായിട്ട് വരും നമ്മുടെ ക്യാരറ്റ് പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ. ഇനി ഇതിലേക്ക് ഒരല്പം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ക്യാരറ്റ് ഇതിൽ തന്നെ ഒന്ന് വെന്ത് വരണം. ഇനിയിപ്പോൾ ക്യാരറ്റും പാലൊക്കെ നന്നായിട്ട് യോജിച്ച് ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് തയ്യാറാക്കുന്നോ അതിലേക്ക് ഈ ക്യാരറ്റ് എല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ചോറ്റും പാത്രമൊക്കെ ഉണ്ടോ എന്താണെങ്കിലും മതി കേട്ടോ. അപ്പോൾ ക്യാരറ്റ് എല്ലാം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ വേണം. അപ്പോൾ 2 വലിയ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കുറച്ച് പാലിൽ നമുക്കിതൊന്ന് കലക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അതേ പാനിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പാല് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് വേണം കേട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തെടുക്കാം. ഇതൊരു ഓപ്ഷനിലാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഏലക്ക ഒന്ന് ചതച്ചിട്ടാലും മതി. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി കൈവിടാതെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കി വയ്ക്കാം. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ക്യാരറ്റ് വെച്ചിരിക്കുന്ന ട്രേ ഉണ്ടല്ലോ അതിലേക്ക് ഈ പാലിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്. അതിന് മുമ്പായിട്ട് കുറച്ച് മുന്തിരിയും കാഷ്യൂട്ടൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ. പക്ഷേ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പുഡിങ് കഴിക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളിനി ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫോയിൽ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയത്. ഒരു 6-7 മണിക്കൂർ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. അപ്പോഴേക്കും നല്ല സെറ്റായി നല്ല തണുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ തവണത്തെ ക്രിസ്മസിന് ഇതുപോലെ ഒരു ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. നല്ലൊരു വിഭവമായിട്ട് വരുന്നവരെ പോയിട്ട് വരാം.